ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ആ മോഡൽ എക്സാമിന് വന്ന ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും ഈ വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. എന്നാൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സൈബർ ലോകത്തെ അനുയോജ്യമായ ഇടപെടൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? അതിൻ്റെ ആൻസർ ഒരാളുടെ ഫോട്ടോ അയാളുടെ അനുമതിയോടുകൂടി ഷെയർ ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, അമിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അവയെ സൂചിപ്പിക്കുന്ന പദങ്ങളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡി ഏതാണ്? അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എക്സ് സമം 4, വൈ സമം 6, പ്രിൻ്റ് എക്സ് പ്ലസ് വൈ. ആൻസർ 10 ആണ്. ഓപ്ഷൻ സി 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗതികോർജം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഗതികോർജം കണ്ടുപിടിക്കാനുള്ള പൈത്തൺ പ്രോഗ്രാമിൽ വിട്ടുപോയ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ട ശരിയായ നിർദ്ദേശം ഏതാണ്? ശ്രദ്ധിക്കുക, ഇവിടെ കെ ഇ സമം ഹാഫ് mv², അല്ല. അപ്പോൾ ഇവിടെ കെ വി സമം ഹാഫ് ഇൻറ്റു, അതായത് ഗുണനത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇതാണ്, എം ഇൻറ്റു വി ഇൻറ്റു വി. അതായത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡിനോ യുനോയിൽ സെർവോ മോട്ടോർ തിരിയുന്നതിനായി തയ്യാറാക്കിയ സർക്യൂട്ട് നിരീക്ഷിക്കുക. ഓർഡിനോ യുനോ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് പിക്ടോബ്ലോക്സ് സ്റ്റേജ് മോഡിൽ കോഡ് പ്രവർത്തിപ്പിച്ചാൽ സെർവോ മോട്ടോർ ഷാഫ്റ്റ് 120 ഡിഗ്രി തിരിയുന്നതിന് ഏറ്റവും അനുയോജ്യമായ കോഡ് ഏതാണ്? ശ്രദ്ധിക്കുക, സ്റ്റേജ് മോഡിലാകുമ്പോൾ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ആയിരിക്കണം. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നതായിരിക്കണം. അപ്പോഴേ ഓപ്ഷൻ ഡി ആണ് ശരിയായ ആൻസർ. ഇവിടെ ഡിജിറ്റൽ പിൻ 11 ഇവിടെ, അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? സെറ്റ് സെർവോ ഓൺ 11 വേണം, അല്ലേ. അതിന് ശേഷമാണ് ഇത് 120 ആംഗിൾസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ ആൻസർ, മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ എ എന്ന ബിന്ദു അടയാളപ്പെടുത്തിയിരുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ എ എന്ന ബിന്ദു എവിടെയുള്ളത്? 2 നേരെയും അതുപോലെ 1 നേരെയും, അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ എ എന്ന ബിന്ദു അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ ബിന്ദു ലഭിക്കുന്നതിന് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യേണ്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? അതിന് ശരിയായ ആൻസർ ഫസ്റ്റ് ഇവിടെ 1, അല്ലേ. അപ്പം 1, 2 ശരിയായ ആൻസർ. എ 1, 2 ഇതാണ് ശരി. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ജിയോജിബ്ര സോഫ്റ്റ്വെയറിലെ ഇൻപുട്ട് ബാറിൽ y സമം 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ സ്ക്രീനിൽ ദൃശ്യമാകുന്ന രൂപം ഏതായിരിക്കും? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെയായിരിക്കും ലൈൻ ഉണ്ടായിരിക്കുക. ഇത് മനസ്സിലാക്കുക. y സമം 1 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും ലൈൻ വന്നിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വെബ് ഡിസൈനിങ്ങിൽ ടെക്സ്റ്റുകൾക്ക് നീല നിറം നൽകുന്നതിന് ബ്ലൂ എന്ന വില ചുവടെ തന്നിട്ടുള്ള ഏത് കാസ്കേഡിംഗ് സ്റ്റൈൽ സവിശേഷതയോടൊപ്പമാണ് ചേർക്കേണ്ടത്? ആൻസർ കളർ. കളർ കഴിഞ്ഞതിന് ശേഷം കോളം ചിഹ്നം വേണം. അതിനുശേഷമാണ് ബ്ലൂ എന്ന് കൊടുത്ത് സെമികോളൻ നൽകേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഒരു വെബ് പേജിന് നൽകിയാൽ തലക്കെട്ടിനും പാരഗ്രാഫിനും ഉണ്ടാകുന്ന മാറ്റം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻ സി നോക്കാം. പാരഗ്രാഫിലെ ടെക്സ്റ്റുകൾക്ക്, ഇവിടെ പാരഗ്രാഫ് എന്നത് സൂചിപ്പിക്കുന്നത് പി ആണ്. പിയിലെ ടെക്സ്റ്റ്, ഇവിടെ പി കളർ ബ്ലൂ ആണ് അല്ലേ. അപ്പോൾ സി പാരഗ്രാഫിലെ ടെക്സ്റ്റുകൾക്ക് 20 പിക്സലും, അതായത് പാരഗ്രാഫിലെ ടെക്സ്റ്റുകൾക്ക് ഫോണ്ട് സൈസ് അക്ഷരവലുപ്പം 20 പിക്സലാണ്. തലക്കെട്ടിലെ ടെക്സ്റ്റുകൾക്ക്, തലക്കെട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹെഡിങ് 1 അല്ലേ. ഹെഡിങ് 1 തലക്കെട്ടിലെ ടെക്സ്റ്റുകൾക്ക് 30 പിക്സലും വലുപ്പം ലഭിക്കുന്നു. അപ്പോഴേ ഇതാണ് ശരിയായ ആൻസർ. സി, ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. അടുത്തത്, വലതുവശത്ത് നൽകിയിരിക്കുന്ന ചിത്രം ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചില ടൂളുകൾ താഴെ നൽകിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും അനുയോജ്യമായ 2 ടൂളുകൾ ഏതൊക്കെയാണ്? അതിന് ആൻസർ ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രൈറ്റ് ലൈൻസ്, അതുപോലെ തന്നെ എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ്. ഒന്ന് ഓപ്ഷൻ ബിയും ഡിയുമാണ് അതിൻ്റെ ശരിയായ ആൻസർ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ DBMS, അതായത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ അല്ലാത്തവ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ, അല്ലാത്തവയാണ് ചോദിക്കുന്നത്. ലിബർ ഓഫീസ് കാൽക്കും അതുപോലെ തന്നെ ലിബർ ഓഫീസ് റൈറ്ററും എന്തല്ല? DBMS സോഫ്റ്റ്വെയർ അല്ല. അപ്പോൾ DBMS സോഫ്റ്റ്വെയർ ആയത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ MySQL, SQL സെർവർ, SQLite. അതും ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്രൈബ് സോഫ്റ്റ്വെയറിൽ ഒന്നാമത്തെ ചിത്രത്തെ രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെയാക്കാൻ താഴെ നൽകിയതിൽ യോജിച്ച പ്രവർത്തന ഘട്ടങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്ട്രോക്ക് കളർ റെഡ്, അതായത് ഇതിൻ്റെ ഈ ചിത്രം വരച്ചതിൻ്റെ പരിധിയിലേക്കുള്ള കളറ് സ്ട്രോക്കാണ്. ഇവിടെ സ്ട്രോക്ക് കളർ റെഡ് എന്നത് ശരിയാണ്. അതുപോലെ തന്നെ ഈ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൺസിൽ തയ്യാറാക്കുന്ന ഒരു അനിമേഷനിൽ ദൂരെ നിന്ന് പറന്നു വരുന്ന ഒരു പക്ഷി ചെടിയുടെ അടുത്തേക്ക് വരുന്നതായി ചിത്രീകരിക്കാൻ അനിമേറ്റ് ടൂളിലെ ഏതെല്ലാം ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? അതിൻ്റെ ആൻസർ പൊസിഷനും സ്കെയിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ആൻസർ ഹാർഡ്വെയറുമായി സംവദിക്കുന്ന ഭാഗമാണ് കേണൽ. ഒന്നാമത്തെ എ ആണ് ശരി. രണ്ടാമത്തെ ആൻസർ GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഇത് ഷെല്ലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എയും ഡിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെബ് പേജിൻ്റെ പാരഗ്രാഫിലെ ടെക്സ്റ്റുകൾക്ക്
40 പിക്സൽ അക്ഷരവലുപ്പം ലഭിക്കാൻ അതായത് നൽകാൻ ചുവടെ തന്നിട്ടുള്ള ഏത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉപയോഗിക്കാം? അതായത് ഇവിടെ അക്ഷരവലുപ്പം എന്നതിവിടെ ഫോണ്ട് ഹൈഫൺ സൈസ് കോളൻ ചിഹ്നം, ഇതാണ് ശരിയായ ആൻസർ. ഇവിടെ കളർ ബ്ലൂ, ഫോണ്ട് ഹൈഫൺ വേണം, ഫോണ്ട് ഹൈഫൺ സൈസ്, ഇതെല്ലാം തെറ്റാണ്. ഇത് എഴുതിയ മാതൃക നോക്കുക. ഫോണ്ട് ഹൈഫൺ സൈസ് കോളൻ ചിഹ്നം കഴിഞ്ഞിട്ട് 40 കഴിഞ്ഞതിന് ശേഷം പിക്സൽ കഴിഞ്ഞ് സെമി കോളനും കൂടെ കൊടുത്താലാണ് ശരിയായ ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് HLL, അതായത് പൈത്തൺ പ്രോഗ്രാമിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണിത്. ഇത് ഉയർന്ന തലത്തിലുള്ള ഭാഷയാണ്. HLL ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന ചരത്തിന് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന വില നൽകണമെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് നിർദ്ദേശമാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ആൻസർ എ ആണ്. HLL സമം പൈത്തൺ പ്രോഗ്രാമിംഗ്. അടുത്തത് 17ാമത്തെ ചോദ്യം. (15 മീറ്റർ ഒരു വശത്തിനു നീളമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ ചുറ്റളവ്, പരപ്പളവ് എന്നിവ കാണുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. ഇതിൽ വിട്ടുപോയ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ട ശരിയായ നിർദ്ദേശം ഏത്? പരപ്പളവ് സമം വശം ഇൻറ്റു വശം, ചുറ്റളവ് സമം 4 ഇൻറ്റു വശം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇവിടെ പൈത്തൺ പ്രോഗ്രാമിലെ ഇൻറ്റു എന്ന ചിഹ്നം സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിഹ്നമാണ് കീബോർഡിലെ, അത് മനസ്സിലാക്കാം. സി, ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ സ്വതന്ത്ര ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? DTPയുടെ പൂർണ്ണരൂപം ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ്. ആൻസർ സ്ക്രൈബസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയവയിൽ സൈബർ ഇടത്തിൻ്റെ അതായത് സൈബർ സ്പേസിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഇതിൽ സൈബർ സ്പേസിൻ്റെ ഭാഗമല്ലാത്തത് സ്കൂൾ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളാണ്. ബാക്കിയെല്ലാം ഓൺലൈൻ വ്യാപാരമായാലും ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ ആയാലും ഓൺലൈനായി അയക്കുന്ന സന്ദേശങ്ങളായാലും അതൊക്കെ സൈബർ സ്പേസിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺലൈൻ സൈറ്റ് മുഖേന ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ ആ സൈറ്റിൽ മുമ്പ് നടത്തിയ ക്രയവിക്രയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സജഷനുകൾ ലഭിക്കാറുണ്ട്. ഇങ്ങനെ സജഷനുകൾ ലഭിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ ആൻസർ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് വഴി ഡാറ്റ ശേഖരിക്കുന്നതിനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMSൽ ടേബിൾ തയ്യാറാക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റായി ഉൾപ്പെടുത്താൻ അനുയോജ്യമായ ഫീൽഡുകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റുഡൻസ് ഐ ഡിയും അതുപോലെ തന്നെ നെയിമും ഇത് രണ്ടുമാണ് ടെക്സ്റ്റായിട്ട് ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റായി ഉൾപ്പെടുത്താൻ അനുയോജ്യമായ ഫീൽഡുകളെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്. സ്കൂൾ IT ക്ലബ്ബ് തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയർ മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടു കൂടി വികസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനായി തിരഞ്ഞെടുക്കാവുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏതെല്ലാമാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണെന്ന് മനസ്സിലാക്കാം.
നെക്സ്റ്റ്, ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നിരീക്ഷിക്കാനായി സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ വരുത്തേണ്ട പ്രധാന ക്രമീകരണങ്ങൾക്കായി ഉപയോഗിക്കേണ്ട ടൂളുകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അതിന് ആൻസർ ലൊക്കേഷൻ വിൻഡോയും സെർച്ച് വിൻഡോയുമാണ്. അപ്പം ഇതാണ് ലൊക്കേഷൻ വിൻഡോ. ഓപ്ഷൻ എയും സിയും ആണ്. സി പറയുന്നത് സെർച്ച് വിൻഡോയാണ്. സെർച്ച് വിൻഡോ. ഇതിൻ്റെ ഈ ഒരു ലൊക്കേഷൻ വിൻഡോയുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് F6 ആണെന്ന് മനസ്സിലാക്കുക. F6. അതുപോലെ തന്നെ സെർച്ച് വിൻഡോയുടെ F3 ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ആൻസർ യെസ് എന്നതാണ്. യെസ്. അമിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അവയെ സൂചിപ്പിക്കുന്ന പദങ്ങളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡി ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ മെഡിക്കൽ വിവരങ്ങൾക്കായി അമിതമായി ഓൺലൈൻ സൈറ്റുകളെ ആശ്രയിക്കുക എന്നത് ഇതാണ്. സൈബർ കോൺട്രിയ. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രൈബസ് പേജിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള സങ്കേതം ഏതാണ്? ഇതാണ് ഇമേജ് ഫ്രെയിം. ഇമേജ് ഉൾപ്പെടുത്താനുള്ള ഫ്രെയിമാണിത്. ഇമേജ് ഫ്രെയിം. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രൈബസ് പേജിൽ വരച്ച ഒരു രൂപത്തിൻ്റെ ആകൃതി വിവിധ രീതിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള സങ്കേതം ഏതാണ്? ആൻസർ നോഡ് എഡിറ്റിംഗ്. ഓപ്ഷൻ സി ആണ് നോഡ് എഡിറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ക്സ്കേപ്പിൽ ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ് ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുമ്പോൾ കൃത്യമായ വൃത്താകൃതിയിലുള്ള രൂപം, അതായത് വൃത്തം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ആൻസർ കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് വരയ്ക്കുക. അടുത്തത്, ഇങ്ക്സ്കേപ്പിൽ ഒരു വൃത്തത്തിന് ഉചിതമായ രീതിയിൽ ഗ്രേഡിയൻ്റ് വർണ്ണം നൽകിയാൽ ചുവടെ നൽകിയിരിക്കുന്ന രീതിയിൽ ഒരു ഗോളമായി തോന്നിപ്പിക്കുമല്ലോ. ഈ രീതിയിൽ ഗ്രേഡിയൻ്റ് വർണ്ണം നൽകാൻ താഴെ നൽകിയ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതിൻ്റെ ആൻസർ റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നേരത്തെ പറഞ്ഞതാണ്. തന്നിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMSലെ ടേബിൾ തയ്യാറാക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റായി ഉൾപ്പെടുത്താൻ അനുയോജ്യമായ ഫീൽഡുകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഈ ടേബിൾ മനസ്സിലാക്കുക. അതിലെ ടെക്സ്റ്റായി ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ഇവിടെ സ്റ്റുഡൻസ് ID ഉണ്ട്, അതുപോലെ നെയിമും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. ഈ ഒരു വീഡിയോ മാത്രം പഠിക്കരുത്, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് തന്നെ എക്സാമിന് പോവുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.